ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വീഡിയോയിൽ എൻ്റെ പ്രസവരക്ഷയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേര് വീബാക്ക് ഡെലിവറി ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പ്രസവരക്ഷ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമൽ ഡെലിവറിയുടെ പ്രസവരക്ഷ സെയിം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വീട്ടിൽ തന്നെയാണ് പ്രസവരക്ഷ എടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മച്ചിയാണ് എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഇവിടെ ആലുവയിൽ കാരോത്തുഴി ആയുർവേദ ഫാർമസി എന്ന് പറഞ്ഞിട്ട് ഒരു ആയുർവേദ സെന്റർ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് പ്രസവരക്ഷയുടെ ഒരു കിറ്റായിട്ട് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്തത് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്റേണൽ മെഡിസിൻസ് കഴിച്ച സമയത്ത് മോൾക്ക് ഓവറായിട്ടുള്ള കരച്ചിൽ, അതുപോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലം, അങ്ങനെ ഇഷ്യൂസ് ഒക്കെ വന്നതിനപ്പോൾ മോളുടെ പീഡിയാട്രീഷ്യൻ എൻ്റെ അടുത്ത് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. സോ ഞാൻ അങ്ങനെയാണ് കുറച്ച് മാത്രമാണ് ഇന്റേണൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞാൻ ആ മെഡിസിൻസ് എല്ലാം ഡയറക്ട്ലി സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. എക്സ്റ്റേണലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ധന്വന്തരം കുഴമ്പ്, അത് വെച്ചിട്ടൊരു മസാജ് ആയിരുന്നു. അത് മസാജ് ചെയ്ത് ഒരു 30 to 40 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ വേദവെള്ളത്തിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. ഓവർ ചൂടായിട്ടുള്ള വെള്ളമൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രസവരക്ഷ ചെയ്തപ്പം ഈ ഒരു എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റെജുവിനേഷനൊക്കെ എൻ്റെ ഒരു ബോഡിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു റിഫ്രഷ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ തന്നെ എൻ്റെ അടുത്ത് ഡിസ്ചാർജ് ആയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, അപ്പം ആയുർവേദം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 5ാമത്തെ ദിവസം മുതൽ ചെയ്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 14 to 15 ഡേയ്സോളമാണ് ഞാൻ ഈ ഒരു നമ്മുടെ ധന്വന്തരം കുഴമ്പൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ധന്വന്തരം കുഴമ്പ് പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് ഉമ്മച്ചി. അതിനകത്ത് ഇങ്ങനെ നമ്മുടെ മഞ്ഞൾ അരച്ചിട്ട് അതിലേക്കാണ് കുഴമ്പ് ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടാണ് മേത്തൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. വേദവെള്ളം തലേന്ന് വേദപ്പൊടി ഇട്ടിട്ട് ഉമ്മച്ചി അത് തിളപ്പിച്ചിടുമായിരുന്നു. നെക്സ്റ്റ് ഡേ വീണ്ടും ചൂടാക്കിയിട്ടാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെയർ ഓയിൽ ഞാൻ സ്പെഷ്യലായിട്ട് ഹെയർ ഓയിൽ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമലി നമ്മുടെ എണ്ണ തന്നെയാണ് ഹെയറിലേക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫേസ് പാക്ക് ആയിട്ട് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ നീരൊഴിക്കൽ വൈദ്യശാലയുടെ സ്ത്രീ ആയുർവേദയുടെ ഒരു PT പൊടിയായിരുന്നു. അത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് യൂസ് ചെയ്തത്. പിന്നെ അരിഷ്ടം, കഷായം, ലേഹ്യം തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പകുതിക്ക് വെച്ചിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പകുതി പോലും ആയില്ലെന്ന് തോന്നുന്നു. അതിന് മുന്നേ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് അതിങ്ങനെ കുടിക്കുമായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ പ്രസവരക്ഷ നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നവരോട് പ്രസവരക്ഷ നിർബന്ധമാണോ എന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യേണ്ട. എക്സ്റ്റേണൽ മെഡിസിൻ, അതായത് നമുക്ക് ഇതുപോലെ വേദവെള്ളത്തിലുള്ള കുളി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിഫ്രഷ്മെന്റ് ഹെൽത്തിന് കിട്ടുന്നതാണ്. നല്ല രീതിയിൽ ഉറക്കം കിട്ടാനും അതൊക്കെ എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് ആയുർവേദ സെന്റേഴ്സിൽ നമുക്ക് ഈ ഒരു പ്രസവരക്ഷ വളരെ വലിയ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഒരു താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളെ കെയർ ചെയ്യാനും എല്ലാത്തിനായിട്ട് ഒരാള് തീർത്തും പുറകെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതും തിരഞ്ഞെടുക്കാവുന്നതാണ്. വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഞാൻ അബ്ഡോമൻ ബൈൻഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രസവരക്ഷയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോന്റെ സമയത്ത് ഞാൻ സെയിം തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആണ് ഞാൻ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ആവശ്യത്തിന് ക്വാണ്ടിറ്റി പൗഡർ എടുക്കും. അത് ഒന്നല്ലെങ്കിൽ മിൽക്കിലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഫേസ് പാക്ക് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ നോർമൽ വാട്ടറിൽ അത് വൈപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് ഫേസ് പാക്ക് യൂസ് ചെയ്തത്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ അരിഷ്ടത്തിന്റെ 1 ലിറ്ററിന്റെ ബോട്ടിലായിരുന്നു. പിന്നെ കുഴമ്പും ആ ഒരു 1 ലിറ്ററിന്റെ ബോട്ടിലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ പ്രസവരക്ഷ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.